ഹായ് ഓൾ വെൽക്കം ബാക്ക്. ബിസിനസ് റെഗുലേഷൻസിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ബിസിനസ് റെഗുലേഷൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് കോമ്പറ്റീഷൻ ആക്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഹെൽത്തി ആയിട്ടുണ്ടാവും, ചില സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അപ്പം ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ മാർക്കറ്റിലെ കമ്പനികളുടെ ഇടയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടെ 2002 വന്നിട്ടുള്ള ആക്റ്റാണ് ദ കോമ്പറ്റീഷൻ ആക്ട് 2002. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് ആയിരുന്നു. 1969 വന്നിട്ടുള്ള മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2002 വന്നിട്ടുള്ള ആക്റ്റാണ് കോമ്പറ്റീഷൻ ആക്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇൻസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനിടയിലുള്ള കോമ്പറ്റീഷൻസ്, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ദ കോമ്പറ്റീഷൻ ആക്ട് 2002 വാസ് enacted by the Parliament of India and replaced the Monopolies and Restrictive Trade Practices Act 1969. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, MRTP ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് 2002 പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള എനാക്ട് ചെയ്തിട്ടുള്ള ആക്റ്റാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. ആക്ട് 2002 വന്നിട്ടുള്ളെങ്കിലും 2003 ജാനുവരി 13 അത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 13 ജാനുവരി 2003. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, ടു ഗവേൺ ഇന്ത്യൻ കോമ്പറ്റീഷൻ ലോ. ഇന്ത്യയിലുള്ള കോമ്പറ്റീഷൻ ലോനെ ഗവേൺ ചെയ്യുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 മെയിൻ ആയിട്ടുള്ള എയിം. ദെൻ after its enactment, the Competition Act 2002 has been amended twice. Competition Amendment Act 2007 and the Competition Amendment Act 2009. അപ്പോൾ 2002 ഇനാക്ട് ചെയ്തിട്ടുള്ള കോമ്പറ്റീഷൻ ആക്ട് 2002 പിന്നീട് 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്തിട്ടുള്ളത് 2007 2009 ആണ്. ദെൻ കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് MRTP ആക്ട്. 1969 MRTP ആക്ട് റിപ്പീൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് റീപ്ലേസ് ചെയ്തിട്ട് കോമ്പറ്റീഷൻ ആക്ട് 2002 ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ് രാഘവൻ കമ്മിറ്റി. അപ്പോൾ രാഘവൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസോടെയാണ് 2002 MRTP ആക്ടിനെ റിപ്പീൽ ചെയ്തിട്ട് കോമ്പറ്റീഷൻ ആക്ട് വരുന്നത്. നെക്സ്റ്റ് വൺ പറയാൻ പോകുന്നത് 2 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. 2002 വന്നിട്ടുള്ള കോമ്പറ്റീഷൻ ആക്ടിൻ്റെ 2 മെയിൻ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ദ ഫ്രെയിംവർക്ക് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ. അപ്പോൾ കോമ്പറ്റീഷനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഏത് രീതിയിലാണ് കോമ്പറ്റീഷൻ കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ദെൻ സെക്കൻഡ് വൺ ആണ്, ദ ടൂൾസ് ഇറ്റ് പ്രൊവൈഡ്സ് ടു പ്രിവെൻറ്റ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് ആൻഡ് ടു പ്രൊമോട്ട് പോസിറ്റീവ് കോമ്പറ്റീഷൻ ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോമ്പറ്റീഷൻസ് പോസിറ്റീവായിട്ട് നടക്കണം. അതുപോലെ തന്നെ ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, ചില വലിയ കമ്പനികൾ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസിനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. അപ്പോൾ ഓർക്കുക, കോമ്പറ്റീഷൻ ആക്ട് 2002 2 മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പറ്റീഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക, ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പോസിറ്റീവ് കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002. നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ആക്ട് ആണ്. കോമ്പറ്റീഷൻ ആക്ട് 2002 ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ ആണ്, ദി ആക്ട് പ്രൊട്ടക്ട് ദി ഫ്രീ ആൻഡ് ഫെയർ കോമ്പറ്റീഷൻ. അപ്പം ആക്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ മാർക്കറ്റിലുള്ള ഫ്രീ ആയിട്ടുള്ള അതുപോലെ തന്നെ ഫെയർ കോമ്പറ്റീഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, വിച്ച് പ്രൊട്ടക്ട് ദി ഫ്രീഡം ഓഫ് ട്രേഡ്, ആളുകൾക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. അതുപോലെ തന്നെ വിച്ച് ഇൻ ടേൺ പ്രൊട്ടക്ട്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ, അതിലൂടെ എന്ത് ചെയ്യും, കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിലെ കമ്പനികൾക്കിടയിലുള്ള കോമ്പറ്റീഷനെ ഫ്രീയും ഫെയർ ആക്കി മാറ്റുന്നതും കോമ്പറ്റീഷൻ ആക്ട് ആണ്. അതിലൂടെ ഫ്രീഡം ഓഫ് ട്രേഡ് ഉണ്ടാവും, ആർക്ക് വേണമെങ്കിലും ട്രേഡ് ചെയ്യാനുള്ള, കച്ചവടം ചെയ്യാനുള്ള
ചെയ്യാനുള്ള ഫ്രീഡം ലഭിക്കും. അതിലൂടെ കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ടു പ്രിവെൻറ്റ് അൺനെസസറി ഇൻ്റർവെൻഷൻ ബൈ ദി ഗവൺമെൻറ്. കമ്പനികൾക്കിടയിലേക്കുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ഇടയിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ അൺനെസസറി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ എന്താണ് ഇടപെടലുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും കോമ്പറ്റീഷൻ ആക്ടിൻ്റെ എയിമാണ്. ദെൻ തേർഡ് വൺ ടു പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോമ്പറ്റീഷൻ ആക്ട് 2002 നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ടു പ്രിവെൻറ്റ് മൊണോപ്പൊളീസ് ആൻഡ് ടു പ്രൊമോട്ട് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റിൽ മൊണോപ്പൊളീസ് മീൻസ് കുത്തകകളെ എന്ത് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക, അവരെ ഇല്ലാതാക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ടുവരിക. അപ്പോൾ ഒരു കമ്പനി മാത്രം ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. കുറേ കമ്പനികൾ വേണം, അവർക്കിടയിൽ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനും വേണം. അത് എന്താണ് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ എയിമാണ്. നെക്സ്റ്റ് വൺ ടു പ്രൊട്ടക്ട് ദി ഫ്രീഡം ഓഫ് ട്രേഡ് ഫോർ ദി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് എൻറ്റിറ്റീസ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ അതുപോലെ തന്നെ ഒരുപാട് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരോരോ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ എയിമാണ്. ദെൻ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ. അതിലൂടെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റും കൂടിയാണ്. അപ്പോൾ ഹെൽത്തി കോമ്പറ്റീഷൻ എങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ആക്ട്, കോമ്പറ്റീഷൻ ആക്ട് 2002 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്രീഡം ഓഫ് ട്രേഡ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുക. പ്രിവെൻറ്റ് മൊണോപ്പൊളീസ് ഇല്ലാതെയാക്കുക. അതുപോലെ ഹെൽത്തി കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുക, കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആക്ടിൻ്റെ എയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ കാർട്ടൽ ആണ്. കാർട്ടൽ ആസ് ആൻ അസോസിയേഷൻ ഓഫ് പ്രൊഡ്യൂസർ, സെല്ലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ട്രേഡേഴ്സ് ഓർ സർവീസ് പ്രൊവൈഡേഴ്സ് who by agreement amongst themselves limit, control or attempt to control the production, distribution, sale or price of or trade in goods or provisions of services. അപ്പോൾ കാർട്ടൽ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ആണ്. ഇപ്പോൾ കുറേ ആളുകൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ്. അസോസിയേഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആവാം, സെല്ലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ട്രേഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, അവരാരെങ്കിലും ആവാം. ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് അവർക്കിടയിൽ ഉണ്ടാക്കുന്നത് ഒരു അഗ്രിമെൻ്റ് ആണ്. ഹൂ ബൈ അഗ്രിമെൻറ്റ് എമംഗ്സ് ദംസെൽഫ്. അവർക്കിടയിൽ തന്നെ എന്ത് ചെയ്യും? ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കും. ആ അഗ്രിമെൻറ്റിലൂടെ എന്ത് ചെയ്യും? ലിമിറ്റ്, കൺട്രോൾ ഓർ അറ്റംപ്റ്റ് ടു കൺട്രോൾ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ഓർ പ്രൈസ് ഓർ ട്രേഡ് ഇൻ ഗുഡ്സ് ഓർ പ്രൊവിഷൻസ് ഓഫ് ദി സർവീസ്. അവർക്കിടയിൽ തന്നെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിലുള്ള ട്രേഡിനെ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷനെ, ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ സെയിലിംഗ് പ്രൈസിനെയൊക്കെ എന്ത് ചെയ്യുകയാണ്? കൺട്രോൾ ചെയ്യുകയോ ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം അസോസിയേഷനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ കമ്പനീസ് ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. അവർ പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിലെല്ലാത്തിനും എന്ത് ചെയ്യണം? അവർ ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരേ പ്രൈസിൽ 3 കമ്പനികളും അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അവർ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസോസിയേഷൻസ് ഉണ്ടാക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അസോസിയേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കാർട്ടൽസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനേഷനാണ് എൻ്റർപ്രൈസ്. ഇപ്പോൾ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോമ്പറ്റീഷനിൽ എന്ന് പറയുന്നത് എന്താണ്? എൻ്റർപ്രൈസസിന് ഇടയിലുള്ള കോമ്പറ്റീഷനെ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം എൻ്റർപ്രൈസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻ്റർപ്രൈസ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എ പേഴ്സൺ ഓർ എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്. ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് ആണ്. who or which is or has been engaged in following activities. ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇനി പറയുന്ന ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും എൻഗേജ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കണം. അപ്പം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആവാം. അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ എൻഗേജ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, അക്വിസിഷൻ ഓർ കൺട്രോൾ ഓഫ് ആർട്ടിക്കിൾസ് ഓർ ഗുഡ്സ്. ഏതെങ്കിലും ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നു, സ്റ്റോറേജ് അല്ലെങ്കിൽ സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, അക്വിസിഷൻ ഓർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത്തരം
സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്താണ് പേഴ്സൺസോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ പ്രൊവിഷൻസ് ഓഫ് സർവീസ് ഓഫ് എനി കൈൻഡ്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പേഴ്സൺ ആണെങ്കിലും എന്ത് തന്നെയാണ്, അത് എൻ്റർപ്രൈസ് ആണ്. ദെൻ തേർഡ് വൺ ഇൻവെസ്റ്റിംഗ് ഓർ അക്വയറിംഗ് ഓഫ് ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിനെ അക്വയർ ചെയ്യാമെന്ന് വിചാരിക്കുക. മീൻസ് ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഹോൾഡിംഗ് ഓർ ഡീലിംഗ് ഇൻ ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റി ഓഫ് എനി അതർ ബോഡി കോർപ്പറേറ്റ്. ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന മറ്റുള്ള ഏതെങ്കിലും സെക്യൂരിറ്റികൾ ഹോൾഡ് ചെയ്യുകയോ അതുമായിട്ട് ഡീല് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി ആവാം അല്ലെങ്കിൽ എന്താണ് ത്രൂ എ സബ്സിഡറി. അവർ സബ്സിഡറി വഴി ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അത്തരം പേഴ്സൺ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഇത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആവാം. ദെൻ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിലെ ഷെയറിലോ സെക്യൂരിറ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അത് ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും അത്തരം പേഴ്സൺ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഡെഫിനിഷൻ ആണ് പേഴ്സൺ ആണ്. നമ്മൾ പറഞ്ഞു ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ബാക്കി കുറേ കാര്യങ്ങൾ എന്താണ് പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം പേഴ്സൺ എന്ന് പറയുന്ന ആരൊക്കെയാണ്, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു സാധാരണ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, ഇപ്പോൾ HUF ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഫേം ആവാം. അപ്പോൾ ഇവരൊക്കെ എന്താണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ പേഴ്സൺസ് ഇൻക്ലൂഡ് ആൻ ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി ഓർ എ ഫേം. ദെൻ പേഴ്സണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് an association of persons whether incorporated or not in India or outside India. അപ്പം ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് എന്താണ് പേഴ്സൺ എന്ന കാറ്റഗറി വരുന്നതാണ്. അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്താണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് പേഴ്സണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളാണ്. നെക്സ്റ്റ് വൺ എനി കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എ ഗവൺമെൻറ് കമ്പനി ആസ് ഡിഫൈൻഡ് അണ്ടർ കമ്പനീസ് ആക്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കോർപ്പറേഷനെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു ഗവൺമെൻറ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നതും പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ എനി ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ അണ്ടർ ദി ലോസ് ഓഫ് എ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് പുറമേയുള്ള ഏതെങ്കിലും രാജ്യത്തിലെ നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റ് ഉണ്ടെങ്കിൽ ആ ബോഡി കോർപ്പറേറ്റും എന്താണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറമെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളെങ്കിൽ എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും അതെന്താണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ദെൻ ലാസ്റ്റ് വൺ ആണ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി, ലോക്കൽ അതോറിറ്റി ഓർ എൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അപ്പം ഏതെങ്കിലും കോർപ്പറേറ്റ് സൊസൈറ്റീസ് ആണെങ്കിലും ലോക്കൽ അതോറിറ്റി മീൻസ് പഞ്ചായത്ത് പോലുള്ള ലോക്കൽ അതോറിറ്റീസ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഉണ്ടാവും, അവരാണെങ്കിലും ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണെങ്കിലും അവരൊക്കെ എന്താണ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നതിൽ പേഴ്സൺ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനിടയിലുള്ള കോമ്പറ്റീഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്റ്റാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. നെക്സ്റ്റ് പാർട്ടിൽ ബാലൻസ് പോർഷൻ എടുക്കുന്നതാണ്. താങ്ക് യു.